ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. 786 നമ്മളുടെ എൻട്രി കിട്ടിയത്. ജസ്റ്റ് ഞാൻ റെക്കോർഡ് ഓണാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആയിപ്പോയതാ. ഇത് നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. ഇതിൽ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ ഞാൻ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ മീൻസ് പ്രീമിയം വൈസ് ആകുമ്പോൾ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. നമ്മുടെ 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 50 ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്ന നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ പ്രീമിയം വൈസ് 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ആയിരിക്കും വയ്ക്കുന്നത്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നത് എന്തിനാ ബാങ്ക് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന്. റീസണൊന്നും ഇല്ല ബ്രോ. വെറുതെ ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും കൂടെ ട്രൈ ചെയ്തിട്ട് നത്തിങ് ആവുന്നേക്കാളും നല്ലതാണല്ലോ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുക, അതിനെ മാസ്റ്ററാക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കുന്ന രീതി ചെയ്യുക. അപ്പോൾ ഞാൻ മിക്കവാറും അല്ല, ഞാൻ ബാങ്ക് നിഫ്റ്റി മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ മറ്റുള്ള ഇൻഡെക്സിനൊന്നും ഓപ്പറേറ്റ് ചെയ്യാറില്ല. സോ ബീയിങ് മാസ്റ്റർ ഓഫ് സംതിങ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ എല്ലാം കൂടെ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ലാതാവുന്നേക്കാളും നല്ലതാണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു ചാർട്ടിനെ നമ്മൾ ഫോളോ ചെയ്യും, ആ ചാർട്ടിനെ നമ്മൾ മനസ്സിലാക്കുക, ആ ചാർട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ അങ്ങനെ ഒരു സാധനത്തിൽ മാസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ അത് വേറെ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തോണ്ടെങ്കിൽ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 1300 1500 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു ഓവറോൾ ടാർഗറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പോയിൻറ്റ്സിനാണ്. അപ്പോൾ ഒരു 90 ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കും ഒരു 4500 അടുപ്പിച്ചായിരിക്കും നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ജോലിക്ക് ബലമുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ പുറകെ കുറച്ച് എഫേർട്ട് ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോഴേ. അപ്പോൾ അതിന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാലും മതി. ഇപ്പോൾ അഗെയിൻ ഒരു 1200 അടുപ്പിച്ചേക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കേണ്ട. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചേക്കാം. 25 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 761 762 നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ജസ്റ്റ് ഞാനൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയറിനനുസരിച്ച് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ ടാർഗറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിപ്പോൾ അതല്ല, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തൊരു 2000+ ഒരു ലോസ് ആയിരിക്കും ഈ ഒരു ട്രേഡിൽ വരുന്നത്. ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇനി അതല്ല പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് അത്യാവശ്യം മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഏതായാലും നമ്മൾ എടുത്തതിന് ശേഷം റെഡ് ക്യാൻഡിൽ ഒന്നും ഫോം ആയിട്ടില്ല. നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് മാർക്കറ്റിൽ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്ന ചെറിയൊരു റിജക്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് ട്രേഡേഴ്സ് ജസ്റ്റ് ഒരു 2000+ ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു സിമ്പിൾ റീസണിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു ഫോളിന് ശേഷം ആ ഒരു റിക്കവറി ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഇവിടെ ഫോമായി. പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചു. ഈ ഒരു പോർഷനിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 2000 ലോസ് ബുക്ക് ചെയ്തത്. ഇതാണ് ഓർഡർ ബുക്ക്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ ഒരു ഫസ്റ്റ് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് ട്രേഡിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൻ്റെ മേളിൽ മാത്രം എൻട്രി എടുത്തതാണ്. അത് ഞാനൊന്ന് ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ചെറിയൊരു നെഗറ്റീവ് അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോ എന്ന് വെച്ചാൽ പ്രീമിയം വൈസാണ് ഞാൻ പറഞ്ഞത്. സ്പോട്ട് വൈസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഈ ഒരു ട്രേഡിൽ കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇനി അതല്ല നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വച്ചേക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് വീണ്ടും കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രേഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ. ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റിൽ തന്നെ ഇറങ്ങാം. ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും നമ്മളുടെ. അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം സൈഡ് വൈസ് പോലെ ബിഹേവ് ചെയ്തെങ്കിലും 25 മിനിറ്റ്സോളം ഏകദേശം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമ്മളുടെ എൻട്രി പോയിന്റിലേക്ക് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. ഇനിയിപ്പോൾ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3500 3600 അടുപ്പിച്ച് 3700 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 4000 + 4500 അടുപ്പിച്ചാണ് നമ്മളൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. ഇത്രയും നേരം ഒന്നില്ലെങ്കിൽ ടാർഗറ്റിൽ ഇറങ്ങുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്യേണ്ട എപ്പോഴും നമുക്ക് ഫേവറായിട്ട് അത്യാവശ്യം മാർക്കറ്റ് മൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് കോസ്റ്റിലേക്ക് കൊണ്ടുവച്ച് അവിടുന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് എന്താണോ പറയുന്നത് മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് അവിടുന്ന് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്താണ്? നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടോ? ഇൻഡെക്സിലാണോ സ്റ്റോക്സിലാണോ ട്രേഡ് ചെയ്യുന്നത്? സ്റ്റോക്സിലാണെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്സിലും വേണമെങ്കിൽ, ഞാനങ്ങനെ ചെയ്യാറില്ല. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ അല്ലാതെ ഒരു സ്റ്റോക്സിൻ്റെ ബ്രേക്കൗട്ടിൽ ഇൻ ദ സെൻസ് വലിയ മീൻസ് ഹയർ ടൈം ഫ്രെയിമിൽ ബ്രേക്കൗട്ടിൽ വേണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കിക്കൊണ്ട് അത്യാവശ്യം ന്യൂസും കൂടെ നോക്കിക്കൊണ്ട്
അതിൻ്റെ അകത്ത് പല പല ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കി നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്തിടാം. കാരണം ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ഇപ്പോൾ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഒരു ട്രേഡിൽ എൻട്രി എടുത്തു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതി അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു, നമ്മൾ അവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്യാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. അപ്പം റെഗുലർലി ഒരു 9 to 5 ജോബിന് പോകുന്ന ഒരാൾക്ക് ചിലപ്പം അതൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു സൺഡേസൊക്കെ വേണമെങ്കിൽ ഇരുന്ന് ഒന്ന് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് ചാർട്ടിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനേക്കാട്ടിലും എപ്പോഴും സേഫും ഇതിപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിനേക്കാട്ടിലും ഓപ്ഷൻസിനേക്കാട്ടിലും ഒക്കെ സേഫ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ കാണുകയും ഒരു റെസിസ്റ്റൻസിനോ സപ്പോർട്ടിനോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഏതെങ്കിലും ഒരു പാറ്റേണിൻ്റെ മേളിലോ നമ്മൾ മാർക്കറ്റിൻ്റെ ന്യൂസും കാര്യങ്ങളും ഒരു എക്കണോമിയുടെയൊക്കെ ഒരു ബേസിസിൽ നമ്മളുടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ന്യൂസിൻ്റെയൊക്കെ ബേസിസിൽ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിനെ ഒരിക്കലും ഒരു ഷോർട്ട് ടേം ആയിട്ട് കാണാൻ പാടില്ല. നമ്മളതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക. അതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസിനെ ഡെഫിനറ്റ്ലി വെക്കണം. സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ഒരിക്കലും അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തല്ല വെക്കേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ താഴത്ത് ഒന്നില്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ താഴത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴത്തോ എവിടെയെങ്കിലും നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ സ്റ്റോപ്പ് ലോസ് ഏരിയ നമ്മൾ കണ്ടുവച്ചേക്കണം. ഇനിയിപ്പോൾ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടല്ല, അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാർക്കറ്റ് ഇനി മേളിലേക്ക് പോകും. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താണ് എന്ന് വിചാരിച്ച് എന്നിട്ട് കാര്യമില്ല. ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്ത് അവിടുന്ന് മാനുവലി ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പം എല്ലാ ദിവസവും നോക്കണം എന്ന് മീൻസ് നമ്മളുടെ ഒരു ജോബിൻ്റെ ഇടയ്ക്ക് 9 to 5 ജോബിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ അത് നോക്കണം എന്നില്ല. ജസ്റ്റ് ഈവനിങ്ങിൽ നിങ്ങൾ ഇന്നിപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു എന്നുള്ളതൊന്ന് നോക്കിയാലും മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ വേണം. നമ്മുടെ പാറ്റേൺസ് ഫോം ആകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്യാൻഡൽസ്റ്റിക് ഫോം ആകുന്നുണ്ടോ, നമ്മൾ അത്യാവശ്യം കുറേ സമയം ഇതിൻ്റെ മുന്നിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് എങ്ങനെ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ട്രേഡിങ്ങിനെ ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാതെ നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുടെ ഇടയ്ക്ക് എങ്ങനെ ട്രേഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു സൈഡ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങനത്തെ വീഡിയോസും ചെയ്യാം. നമുക്ക് ജസ്റ്റ് ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോസും ചെയ്യാവുന്നതാണ്. ഇപ്പം എനിവേസ് ഈ ഒരു ട്രേഡ് നോക്കിയാൽ ഇപ്പോൾ എത്ര നേരം കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു 3000 അടുപ്പിച്ച് ഇപ്പോഴും പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് എവേ ഫ്രം അവർ ടാർഗറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നത്. അവിടെ തന്നെയാണ് ഒരു റെഡ് ക്യാൻഡിലും ഫോമായി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3800, 3009, 4000 4000 എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ നിന്നാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ കാണിക്കുന്നത്. നമ്മളൊരു 4000+ ഒരു പ്രോഫിറ്റാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു 3900 4000 പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 3900 4000 അടുപ്പിച്ച് വീണ്ടും 4100 4200. എനിവേസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. വളരെ ഒരു സിമ്പിൾ ലോജിക്കിൽ കുറച്ച് സമയമെടുത്തെങ്കിലും വളരെ ഒരു സിമ്പിൾ ലോജിക്കിൽ നമ്മൾ എടുത്ത ഒരു ട്രേഡായിരുന്നു. നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്ത ഒരു 2700 ഒരു പ്രോഫിറ്റ് നമ്മളിപ്പോൾ ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ളൊരു റീസൺ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ ഒരു ക്യാൻഡിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ടോ, ഇന്നൊന്ന് വരച്ച് കാണിച്ചതാ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ഇനിയിപ്പം മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തിരുന്നത്. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റും ആയിരുന്നു വച്ചിരുന്നത്. കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 4400 പ്രോഫിറ്റ് കഴിഞ്ഞ് നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് 2000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ബൈ.